രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും വരുന്നുണ്ട്. ഇപ്പോഴത്തെ വെളിപ്പെടുത്തല് പീഡിപ്പിച്ചു എന്നല്ല, കൊന്നുകളയുമെന്നുള്ളതാണ്. അതായത് സതീശന്റെ മാനസപുത്രി, സതീശനെ പിതൃതുല്യനായി കണ്ടിരുന്ന റിനിയാൻ ജോർജ് പറയുകയാണ്, രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ എനിക്ക് ഭയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചാൽ എന്നെ കൊന്നുകളയുമെന്ന് വരെ ഭീഷണി ഉണ്ടായിരുന്നു. റിനി ഇപ്പൊ പോലീസിലൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. അതായത് കേസ് കൂടുതൽ മുറുകയാണ്. ഇന്ന് രാഹുലിന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടി. തൊട്ടടുത്ത സെക്കൻഡ് തന്നെ റിനിയുടെ പരാതിയും വരുന്നുണ്ട്. ഈ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഒന്നുമാണ് മനസ്സിലാവുന്നില്ല. അല്ല, കുറച്ചു കാലമായിട്ട് നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇങ്ങനെ വളർന്ന് വികസിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ പിന്നിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള അബദ്ധസഞ്ചാരങ്ങളുടെ വാർത്തകളുമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ ഈ രാഷ്ട്രീയമായിട്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കിടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതോടൊപ്പം തന്നെയാണ് ശബരിമല കൊള്ള എന്ന് പറയുന്ന ഒരു വിഷയം. അത് ഭരണകക്ഷിയെ വല്ലാത്ത തരത്തിൽ ഹറാസ് ചെയ്യുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അവരുടെ രക്ഷകനായിട്ട് രംഗപ്രവേശം ചെയ്യുന്ന കാഴ്ച. ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ബുദ്ധിപൂർവം അല്ലാത്തതായിട്ടുള്ള സമീപനങ്ങൾ ഈ വിഷയത്തെ ഇത്രമാത്രം സങ്കീർണമാക്കുകയും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറ്റി തീർക്കുകയൊക്കെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള വാർത്തകൾ വന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവരെന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ആ പ്രശ്നങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കുകയും അതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പരാതിയുമായി വന്നിരിക്കുന്ന യുവതികൾ, ഒരാളല്ലോ പലരും ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്താണ് എന്ന് പരിശോധിച്ച് അതിൽ ഒരു MLA, തങ്ങളുടെ ഒരു MLA പെട്ടിട്ടുണ്ടെങ്കിൽ ആ MLAക്ക് ഇതിൽ എത്രമാത്രം പങ്കുണ്ടെന്നും ആ പങ്ക് പരിശോധിച്ച് അവർ കൃത്യമായിട്ട് അതിന് നടപടിയെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇതിങ്ങനെ ദുരൂഹമായ രീതിയിൽ വളർന്ന് വികസിക്കും എന്ന് നമ്മൾ കരുതുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ കരുതുന്നില്ല. കാരണം നമുക്കറിയാലോ, CPMന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എത്രയോ ആളുകൾക്ക് ഇതേപോലെയുള്ള വാർത്തകളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. അതൊക്കെ കൃത്യമായിട്ട് അവർ മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് വിഷയങ്ങളാണ് നിലക്കുന്നത്. ഒന്ന്, സദാചാരപരമായി ഇതെങ്ങനെ കൈകാര്യം ചെയ്യും, രണ്ട്, രാഷ്ട്രീയമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യും. ഇത് രണ്ട് വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അല്ലെ, സദാചാര വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് കേരളത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതു സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സദാചാര പ്രവർത്തനങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അവര് സദാചാര ഭംഗം വരുത്തിയാൽ, സദാചാര ലംഘകരായി തീർന്നാൽ അവരോട് പൊറുക്കുന്ന ഒരു സമൂഹമല്ല കേരളത്തിന്റെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ ഉയർന്ന ആരോപണത്തിന്റെ കാലം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ആ ആരോപണം കത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഒരു കാലത്തും ഒരു ലീഗുകാരൻ തോൽക്കാത്ത സ്ഥലത്ത് ഇയാൾ 8 നിലയിൽ പൊട്ടി, ഇല്ലേ? ഓർമ്മയില്ലേ? അപ്പൊ അത് അങ്ങനെയാണ് ജനങ്ങൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അതെ, അത് ഐസ്ക്രീം കേസിലെ. അത് കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു, വീണ്ടും വലിയ നേതാവായിരിക്കുന്നു. കേരളത്തിൽ പാർട്ടിന്ന് പുറത്താക്കിയില്ല, പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്തു? വോട്ട് ചെയ്ത് തോൽപ്പിച്ച് പുറത്താക്കിയതാണ്. വീണ്ടും ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇത് ആണ് നമുക്ക് മുന്നിലുള്ള ഒരു പാഠം. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് കോൺഗ്രസ് എന്തായത്? കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുകയും അതിൽ ഈ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തനത്തിനെതിരെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ അതിശക്തമായിട്ട് സൈബർ അറ്റാക്കിന് വിധേയമാക്കുകയും ചെയ്യും. കോൺഗ്രസ് അനുഭവിച്ച ആദ്യത്തെ വേദനാജനകമായ ഒരു സംഭവം അതായിരുന്നു. അങ്ങനെ ഡിവിഷൻ ഉണ്ടായി, രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞു. കുറെ കഴിഞ്ഞ സമയത്ത് വളരെ ശക്തമായിട്ട് ഈ വിമർശനം ഉയർന്നു വന്ന സമയത്ത് എന്ത് ചെയ്തു? പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സമയത്ത് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞ എന്താണ്? ഒരു പരാതി പോലും ഇല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇയാളെ സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾ മാതൃകയാണ്, മോഡലാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് എന്ത് ചെയ്തു? വളരെ രൂക്ഷമായിട്ട് കാര്യങ്ങൾ മാറിത്തീർന്നത് എങ്ങനെയാണ്? സസ്പെൻഷൻ കഴിഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്തു? ഞാൻ MLA ആണ്, എനിക്ക് ജനങ്ങളോട് ചില ഉത്തരവാദിത്തമുണ്ട്, ഞാൻ ജനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കും എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ മുഴുവൻ ആളുകളെയും കൂട്ടി അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ നിയോജകമണ്ഡലത്തിൽ പര്യടനം നടത്താനായിട്ട് തുടങ്ങും. പ്രതിഷേധങ്ങൾ ഇരമ്പുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അതൊക്കെ കെട്ടടങ്ങി. അങ്ങനെ കെട്ടടങ്ങി നിൽക്കുന്ന സമയത്താണ് പുതിയ പരാതി അദ്ദേഹത്തിനെതിരെ വരുന്നു. ആ പരാതി എന്ന് പറയുന്നത് വളരെ
ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇയാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി തന്നെ പരാതി കൊടുക്കുന്ന സാഹചര്യം വരികയും പരാതി കൊണ്ടുപോയിട്ട് KPCC നേതൃത്വത്തിന് നൽകുകയും ചെയ്തു, പോലീസിനും കൊടുത്തു. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു. ആദ്യത്തെ പരാതി പോലീസിന് കൊടുത്തതിന് ശേഷമാണ് KPCC നേതൃത്വത്തിന് കൈമാറി അല്ലെ? അതായത് KPCC നേതൃത്വം കിട്ടിയ പരാതി എന്ത് ചെയ്തു? പോലീസിന് കൊടുത്തു. അത് രണ്ടാമത്തെ പരാതി. അങ്ങനെ ആ രണ്ടാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. അങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് തീരുമാനമെടുക്കാൻ എന്ത് ചെയ്തു? ഹൈക്കോടതിയെ നോക്കി. നമ്മൾ ഈ വാച്ചിൽ നോക്കുന്ന പോലെ ഹൈക്കോടതിയെ നോക്കിക്കൊണ്ടിരുന്നു. രാഹുൽ മാങ്കുട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടുമോ? കിട്ടിക്കഴിഞ്ഞാൽ അകത്ത് നിർത്താം, കിട്ടിയില്ലെങ്കിലോ പുറത്ത്. ഇങ്ങനത്തെ അഭിപ്രായം അതിനകത്ത് രൂപപ്പെട്ടത്. ഇതാണ് രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തിന്റെ ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കോടതിയെ നോക്കിയിട്ടാണോ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം. അതിനു മുമ്പ് വേണമെങ്കിൽ ആ തീരുമാനം എടുക്കായിരുന്നു. ഇയാളുടെ MLA സ്ഥാനം രാജിവെക്കാൻ പറയാമായിരുന്നു. കാരണം അതിനുള്ള അവകാശം പാർട്ടിക്കുണ്ട്. കാരണം പാർട്ടിയുടെ പേരിൽ നിന്ന് ജയിച്ച ഒരു MLA ആണ്. ഇയാൾ രാജിവെക്കണം വേണ്ട തീരുമാനിക്കാനായിട്ട് തീർച്ചയായിട്ടും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ പോലും നിർത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരാളെ എന്തിനാണ് MLA ആയിട്ട് ചുമന്നുകൊണ്ട് നടക്കണം? ആ ചോദ്യം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുമല്ലോ. അപ്പൊ ആദ്യം ചെയ്യേണ്ടിരുന്നത് ജനങ്ങളാണ് തിരഞ്ഞെടുത്തത്. ആ ജനങ്ങളുടെ ഉത്തരവാദിത്വം പാർട്ടിയുടെ പ്രശ്നം വേറെയാണ്. CPM-ലേക്ക് കണ്ടല്ലേ, ഇത് ഞങ്ങളുടെ പാർട്ടി പ്രശ്നം, പൊതുപ്രശ്നം വേറെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. പൊതുപ്രശ്നത്തിലാണ് ആദ്യം ഡിസിഷൻ എടുക്കേണ്ടത്. അത് ചെയ്തില്ല. അതിന് പകരം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്ക് പിന്നെ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാനുള്ള അവകാശം പാർട്ടിക്കുണ്ടോ? ഇല്ല. അയാൾ സ്വതന്ത്രനായി കഴിഞ്ഞു. അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അയാൾ വിട്ടു. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു കോടതിയിലേക്ക് നോക്കുന്നു. അപ്പൊ കോടതിയിൽ നിന്ന് വാർത്ത വരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. 15-ാം തീയതി ദിവസം 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യുമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കോടതി പറയാനുള്ള കാരണം 15-ാം തീയതി ആകുമ്പോഴേക്കും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ വോട്ടെണ്ണം റിസൾട്ട് വരും എല്ലാം കഴിഞ്ഞ് അല്ലെ, പൂരം കഴിഞ്ഞ് പൂരപ്പുറം ഒഴിഞ്ഞ അവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് രാഹുലിനെ എടുക്കാം. ആ സമയത്ത് ഒരാള് ശ്രദ്ധിക്കാൻ പറ്റില്ല. അല്ല പക്ഷെ അങ്ങനെ രാഹുൽ ഇപ്പൊ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയുകയാണ്, തെറ്റ് ചെയ്യാത്തവർ എന്നോട് കല്ലെറിയട്ടെ എന്ന് കോൺഗ്രസ് നേതൃത്വത്തിനോട് മുഖത്ത് നോക്കി പറഞ്ഞാൽ ഇതിൽ ആർക്കൊക്കെ രാഹുലിനെതിരെ കല്ലെറിയാൻ സാധിക്കും? പോലീസ് കേസ് വന്നിട്ടില്ലെങ്കിൽ പെണ്ണ് കേസിൽപ്പെട്ട പല നേതാക്കളും ഇപ്പോഴും ഇല്ലേ? തീർച്ചയായിട്ടും പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്, നിങ്ങളിൽ പാവം ചെയ്യാത്തവരാരുണ്ട്, കല്ലെറിയടാ. അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ്. അത് ഗുരുതരമായ കോൺഗ്രസ് പാർട്ടി ഒരു 99% ആളുകളെയും പുറത്താക്കണ്ടേ? അല്ല, ഇതിന്റെയൊക്കെ വിഷയം എന്ന് പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആ പ്രശ്നത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യണം എന്നുള്ളത് അവർക്ക് അതൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാം. അത് കോൺഗ്രസിന് ഇല്ല. ശരിക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇല്ലാത്തതിന്റെ ഫലമായിട്ടാണ് ഈ വിഷയം ഇങ്ങനെ രൂക്ഷമായത്. അത് എല്ലാവരും കരുതിയെന്നു വെച്ച് കഴിഞ്ഞാൽ പുറത്താക്കി കഴിഞ്ഞപ്പോൾ എന്താ കോൺഗ്രസ് കരുതിയത്? ഇതോടുകൂടി വിഷയം അവസാനിച്ചു വന്നു. വിഷയം അവസാനിച്ചില്ല. കോടതി വീണ്ടും എന്ത് ചെയ്തു? ഈ വിഷയം രംഗത്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ മുഴുവൻ ചർച്ച ചെയ്തല്ലേ, നാളെ ഇതായിരിക്കില്ലേ തെരഞ്ഞെടുപ്പ്? ഇന്ന് എത്രാം തീയതിയാണ്? 6-ാം തീയതി. നാളെ 7-ാം തീയതി, 8-ാം തീയതി, 9-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മുഴുവൻ ദിവസങ്ങളും വീണ്ടും രാഹുൽ മാങ്കൂട്ടം തന്നെ തിന്നു തീർക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിയത് അങ്ങനെ വരരുതെന്ന് കരുതിയിട്ടായിരുന്നു. അവരെന്ത് ആഗ്രഹിച്ചിരുന്നു അതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ വരികയും കോൺഗ്രസിനകത്ത് വലിയ ഡിവിഷൻ ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾ അന്ന് പറഞ്ഞാലേ പുറത്താക്കരുന്നു, നിങ്ങളല്ലേ പുറത്താക്കിയത്, ഇപ്പം എന്താ സ്ഥിതി? ഇനി അയാളെ അകത്ത് കയറ്റു, കോടതി ഇയാൾക്ക് ജാമ്യം കൊടുത്തതിൻ്റെ ഇടയിൽ അകത്തേക്ക് കൊണ്ടുവരും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരികയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ കൂട്ടം അവരെന്ത് ചെയ്യും? വളരെ പ്രബലമായ രീതിയിൽ വരികയും അതിനെതിരായി നിൽക്കുന്നതായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് ഉള്ള വിഭാഗത്തിനെതിരെ യുദ്ധം ആരംഭിക്കുകയും ചെയ്യും. കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിലൊരു യുദ്ധമുന്നണി തുറന്നിരിക്കുന്നു. അതാണ് ഈ ഹൈക്കോടതിയുടെ നിങ്ങൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്ന വിധിയുടെ അർത്ഥമാണ്.